നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കൈരേഖയെക്കുറിച്ചാണ് ഇപ്പോൾ സാർ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓരോ ജാതി കരങ്ങളെ പറ്റിയായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പം കഴിഞ്ഞത്, അതായത് രേഖാശാസ്ത്രം എന്താണെന്ന് ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന നമ്മുടെ യൂട്യൂബ് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ളതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം രേഖാശാസ്ത്രത്തെ പറ്റിയുള്ള ഈ കൈരേഖയുടേത് കണ്ടിന്യൂ ആയിരിക്കും. കാരണം എത്ര ജാതി കരങ്ങളുണ്ടെന്നും അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ രേഖാശാസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമുക്കിന്ന് 7 ജാതി കരങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള കൈയെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓരോ ജാതി കൈയെക്കുറിച്ച് പറയുമ്പോൾ 1-ാമത്തെ ജാതി കൈക്കാർ ഏറ്റവും ഉയർന്ന നിലയിലെത്തിച്ചേരും, അവർ വളരെ സമ്പന്നരായിത്തീരും. 2-ാമത്തെ ജാതി കൈക്കാർ കുറച്ചുകൂടി സമ്പത്ത് കുറഞ്ഞവരായിത്തീരും, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് സെക്കൻഡ് റാങ്കിലിരിക്കുന്നവരാവും എന്നൊക്കെ. ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ജാതിക്കൈക്ക്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ജാതിക്കൈയിലേക്ക് പോവാം. 7 ജാതി കരങ്ങളുള്ളതിൽ നമുക്കിന്ന് 1-ാം സ്ഥാനത്തുള്ള കൈയായ ചതുരാകൃതി കൈയെക്കുറിച്ച് നോക്കാം. ചതുര ജാതി കൈ, അതായത് സ്ക്വയർ ടൈപ്പ് ഹാൻഡ്സ്. ചതുരാകൃതി കൈക്ക് വളരെ പ്രത്യേകതയുണ്ട്. 1-ാം സ്ഥാനത്തുള്ള കൈ എന്ന് പറയാൻ തന്നെ കാരണമുണ്ട്. ചതുരക്കൈക്കാർ പൊതുവേ അഭിമാനികളാണ്. അവർ മാന്യത വിട്ട് ഒന്നിനും നിൽക്കത്തില്ല. ഇപ്പോൾ സമൂഹത്തെ പേടിക്കുന്നവരാണ് ചതുരാകൃതി കൈക്കാർ. അപ്പോൾ ചതുരക്കൈക്കാർ 1-ാം സ്ഥാനത്തുള്ള കൈയാണ്. നമ്മൾ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൈ നോക്കി നമ്മളെ കൈ 1-ാം സ്ഥാനത്തുള്ള കൈയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചതുരക്കൈക്കാരുടെ ഫലത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചതുരക്കൈയെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഞാൻ പറയാം. ചതുരാകൃതി കൈക്കാരുടെ നമ്മൾ കൈപ്പത്തി അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം കൈ ചതുര രൂപത്തിൽ കാണപ്പെടും. ഓരോ വിരലുകളുടെ സന്ധികളും ചതുരാകൃതിയിലായിരിക്കും. അതുപോലെ നഖം പരിശോധിക്കുമ്പോഴും ചതുരമായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചതുരം സമചതുരമായിട്ടും ദീർഘചതുരമായിട്ടും ഒക്കെ കാണാറുണ്ട് ചതുരക്കൈ. വെറും സ്ക്വയറായിട്ട് തന്നെ കാണണം എന്നില്ല, ദീർഘചതുരമായിട്ട് കാണപ്പെടും. അതിൻ്റെയും ജാതി ഒന്ന് തന്നെയാണ് ചതുരാകൃതി കൈ. അപ്പോൾ നമുക്ക് ആ കൈയെ മനസ്സിലാക്കിയാൽ അത് ഏത് ജാതി കൈ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് വേണം നമുക്ക് ആ കൈയുടെ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ചതുരാകൃതി കൈക്കാർ പൊതുവേ അവരുടെ പ്രത്യേകത, അവർ റെസ്പെക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന കൈയാണ്. നമുക്ക് ഔദ്യോഗികമായിട്ട് ചതുരക്കൈക്കാരെ എടുക്കുകയാണെങ്കിൽ സാധാരണയായി ചതുരക്കൈക്കാർ കൂടുതൽ പേരും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുന്നവരാണ് ചതുരാകൃതി കൈക്കാർ. സാധാരണയായി അധ്യാപകർക്കുള്ള പ്രത്യേകത എന്താണ്? അവർ ഉദ്യോഗം കൊണ്ട് വലിയ ഉദ്യോഗമൊന്നുമല്ല, പക്ഷേ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് അധ്യാപകരെ. നമ്മൾ പറയും സെക്കൻഡ് ഫാദർ അല്ലെങ്കിൽ സെക്കൻഡ് മദറാണ് അധ്യാപകർ. ചിലപ്പോൾ അച്ഛനമ്മമാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ കുട്ടികൾ പോയി തുറന്ന് പറയണത് ടീച്ചർമാരോടെയാണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം അല്ലെങ്കിൽ അച്ഛനമ്മമാർ പറഞ്ഞ് കേൾക്കാത്ത കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞാൽ കേൾക്കും. പല പേരൻസും ടീച്ചറോട് പോയി പറയും എന്ന് പറഞ്ഞാണ് പേടിപ്പിക്കണേ. അപ്പോൾ അത്ര പ്രാധാന്യമാണ് ചതുരക്കൈക്കാരിൽ ടീച്ചർ. അപ്പോൾ അധ്യാപകർ, അതുപോലെ അഡ്വക്കേറ്റ്.
അപ്പോൾ നിയമിക്കാൻ ഒരു പേടിയാണ്. കാരണം നമ്മളെ പല കാര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന ആളാണ്. നിയമവശങ്ങൾ പറഞ്ഞു തന്ന് പല വിപത്തുകളിൽ നിന്ന്, പല കേസ് വഴക്കുകളാവട്ടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ്. അപ്പോൾ അഡ്വക്കേറ്റ് അദ്ദേഹം അവർ കഷ്ടപ്പെട്ട് LLBയും LLMും ഒക്കെ എടുത്ത് വരുന്നത് അവർ സ്വയമായിട്ട് ശരിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സ്വന്തമായിട്ട് കേസ് വാദിക്കാനുമല്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മനസ്സിലാക്കി അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അഡ്വക്കേറ്റ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്ടേഴ്സ്. ചതുര കൈക്കാരിൽ പെടുന്നവർ പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഡോക്ടറായിട്ട്. ഇപ്പോൾ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ട് ഈ പഠിത്തത്തിൽ വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ശരിക്ക് ഡോക്ടർമാർ. കാരണം അവർ ജീവൻ രക്ഷിക്കുന്നവരാണ്. ശരിക്ക് പറഞ്ഞാൽ പലപ്പോഴും ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് നല്ല ഡോക്ടർമാർ. അപ്പോൾ ഡോക്ടേഴ്സ് അവരും കഷ്ടപ്പെട്ട് പുതിയ പുതിയ മെഡിസിനെക്കുറിച്ചും രോഗത്തിൻ്റെ പുതിയ പുതിയ വകഭേദങ്ങളെക്കുറിച്ചും അവരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ 3 വിഭാഗക്കാരെയും നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കും. ഇവരെ പഠിത്തം പൂർത്തിയാവില്ല. മറ്റുള്ളവരെല്ലാം ഒരു ലിമിറ്റിന് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ജോലി നോക്കി അതുമായി ബന്ധപ്പെട്ട് പോയാൽ മതിയാവും. പക്ഷേ ഈ 3 വിഭാഗത്തിലുള്ളവർ ടീച്ചർമാരാവട്ടെ പുതിയ പുതിയ സിലബസ് മാറുന്നതനുസരിച്ച് അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുസ്തകം മാറും. അപ്പോൾ ഇതിനനുസരിച്ച് അവർ മാറിക്കൊണ്ടേയിരിക്കണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ വക്കീലന്മാർ പുതിയ പുതിയ നിയമം, ഓരോരോ ദിവസം പുതിയ ഓരോ നിയമങ്ങളുണ്ടാവും. സുപ്രീം കോടതി പുതിയ നിയമം ഇത് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അവർ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഡോക്ടർമാരുടെ കാര്യം പറയണ്ട. പുതിയ പുതിയ രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് തന്നെ പുതിയ പുതിയ മെഡിസിൻ, ഇതിനെക്കുറിച്ച് ഒരിക്കലും പഠിച്ചാൽ തീരാത്തവരാണ് ഇവർ 3 വിഭാഗക്കാരും. അവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ. അപ്പോൾ അധ്യാപകർ, അഡ്വക്കേറ്റ്, ഡോക്ടേഴ്സ്, അതുപോലെ ഹൈ ഓഫീസേഴ്സ്. നല്ലൊരു ശതമാനം സിവിൽ സർവീസിലൊക്കെ ശോഭിച്ചു പോണതും ചതുര കൈക്കാർ തന്നെയാണ്. അപ്പോൾ സിവിൽ സർവീസിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സിവിൽ സർവീസ് എന്നാണ്. അപ്പോൾ നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സംരക്ഷകരാണ് അവർ. അവരുടെ ബുദ്ധിയും ശക്തിയും തന്നെയാണ് നമ്മളെ രാജ്യത്തിൻ്റെ സമ്പത്ത്. അവർ അത്ര ഉയർന്ന നിലയിൽ എത്തിച്ചേരും. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പോൾ അവരും നമുക്ക് അറിയാത്ത വിഷയങ്ങൾ നമുക്ക് കണക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ടാക്സ് പേ ചെയ്യണതിലാവട്ടെ ഓരോന്നിനും നമുക്ക് നിർദ്ദേശം തന്ന് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വിഭാഗക്കാർക്ക് വരുന്നതാണ് ചതുരാകൃതി കൈ. അപ്പോൾ ചതുരക്കൈ നമ്മളെ കുഞ്ഞിന് വന്നു. നമ്മളിപ്പോൾ ഒരു കൈ പരിശോധിച്ചു, നമ്മളെ മക്കളെ കൈ പരിശോധിച്ചു. എൻ്റെ മോന്, എൻ്റെ മോക്ക് ചതുരാകൃതി കൈയാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? അവർക്ക് താല്പര്യമുണ്ട്. പൊതുവേ നമുക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ടാവാം നമ്മളെ മക്കളെക്കുറിച്ച്. പക്ഷേ അവർക്ക് അതിനുള്ള യോഗമുണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. ഞാൻ ഡോക്ടറായില്ല, എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എൻജിനീയർ ആവണമെന്ന് ആഗ്രഹം, എൻജിനീയർ ആയില്ല. എൻ്റെ മക്കളെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് കൊണ്ടുവരണം എന്ന് പേരൻസ് ചിന്തിക്കും. നല്ല ചിന്താഗതിയാണ്. നമ്മളെ മക്കളിലൂടെ അല്ലാതെ നമ്മളെ ആഗ്രഹം ആരിലൂടെ തീർക്കും? പക്ഷേ അവിടെ എപ്പോഴും വരുന്ന ഒരു പരാജയം എന്നത് അവർക്ക് അതിനുള്ള യോഗമുണ്ടോ എന്ന് പേരൻസ് ചിന്തിക്കാറില്ല, നോക്കാറില്ല. അതുകൊണ്ട് അവരെ നമുക്ക് ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് രേഖാശാസ്ത്രം. അപ്പോൾ 1ാം സ്ഥാനത്തുള്ള കൈ നമ്മളെ കുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന് ഈ പറഞ്ഞ മേഖലയിലുള്ള ഏത് സബ്ജക്റ്റിലാണോ അവന് താല്പര്യമുള്ളത് അതിലേക്ക് അവനെ കൊണ്ടുവരികയാണെങ്കിൽ 100% അതവൻ പ്രാവർത്തികമാക്കും.
ഒരു ഡോക്ടറായിട്ട് പോകണം എന്നവൻ ആഗ്രഹിക്കുന്നവനാണ്, ചതുരാകൃതി കൈക്കാരനാണെങ്കിൽ അവൻ 100% ഡോക്ടറാവുന്ന മാത്രമല്ല അതിൽ പരമോന്നതമായ സ്ഥാനത്ത് അവൻ എത്തിച്ചേരും. ഒരു ടീച്ചറായിട്ട് തിരിച്ചു വിട്ടാൽ അവൻ അതിലാണ് യോഗം, ടീച്ചറാവാനാണ് താല്പര്യമെങ്കിൽ അവൻ ചിലപ്പം പ്രൊഫസറൊക്കെ ആയി ഡോക്ടറേറ്റൊക്കെ എടുത്ത് ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരും. വക്കീലായാലും അതുപോലെ തന്നെയാണ്. അതുപോലെ സിവിൽ സർവീസിൽ പോയാലും അവൻ അത് പ്രാവർത്തികമാക്കി അതിൽ വളരെ ശോഭിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 1-ാം സ്ഥാനത്തുള്ള ജാതി കയ്യ് ആണോ നമ്മളെ മക്കൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇതറിഞ്ഞിട്ട് നമ്മൾ ആ കൈ മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ, ജോലിയാവട്ടെ, ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ജീവിതം സുഖപ്രദമായി തീരും, നിങ്ങളെ ജീവിതത്തിൽ സക്സസ് ആവും എന്നുള്ളതിന് സംശയം വേണ്ട. അടുത്ത കൈയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇപ്പോൾ സാർ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ജാതി കരത്തെ പറ്റിയാണ്. ഈ ആദ്യത്തെ ജാതി കരത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കറിയാനെ കൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ സാറിന് നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നേരിട്ട് കാണുന്നതിന് തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് സാറിൻ്റെ ഓഫീസ്. അവിടെ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 9847064540. നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാർ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. സാറിന് വിദേശത്തും കൺസൾട്ടേഷനുണ്ട്, ദുബായിൽ കരാമയിലും കൺസൾട്ടേഷനുണ്ട്. അവിടെ പൂജാസ് ജ്വല്ലറി എന്ന് പറയുന്ന നമ്മുടെ ഓഫീസുണ്ട്. അവിടത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നതിന് ഇതിൽ കാണിക്കുന്ന നമ്പറിലേക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് സാറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിൻ്റെ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം കൊടുക്കുക. കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്രൊസീജിയർ കിട്ടിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.